ചില കുട്ടികൾക്ക് എഴുതാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും, ചിലപ്പോൾ വായിക്കാൻ പറ്റാത്ത അവസ്ഥ, പഠിച്ച ഓർമ്മ നിൽക്കാത്ത അവസ്ഥ, അതൊക്കെ ഒരു പ്രോബ്ലം ആണോ? സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയും. ഇപ്പൊ എഴുത്തിൽ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഡിസ്ഗ്രാഫിയ എന്ന് പറയും. അതുപോലെ വായനയിലാണ് പ്രശ്നമെങ്കിൽ ഡിസ്ലെക്സിയ എന്ന് പറയും. അതുപോലെ കണക്ക് ചെയ്യാനും അതൊക്കെ ആയിരിക്കും ബുദ്ധിമുട്ട്, അത് നമ്മൾ ഡിസ്കാൽക്കുലിയ എന്ന് പറയും. അപ്പം എഴുതാൻ പ്രയാസമുള്ള കുട്ടിക്ക് ചിലപ്പോൾ വായിക്കാൻ പറ്റിക്കോളാം, അല്ലെങ്കിൽ അവർക്ക് വായിക്കാൻ പറ്റും. അപ്പൊ ഈ കുട്ടികൾക്ക് നമ്മൾ ഇവർക്ക് എല്ലാവർക്കും പഠിക്കാനുള്ള കഴിവുണ്ടാവും. പക്ഷെ നമ്മൾ സ്കൂളിൽ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ടിപ്പിക്കൽ മെത്തേഡ് ആയിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന രീതി ആയിരിക്കും അവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്. അപ്പൊ അവർക്ക് എങ്ങനെയാണോ മനസ്സിലാവുന്നത് ആ രീതിയിൽ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവര് പഠിക്കും. അപ്പൊ അതിനെയാണ് നമ്മുടെ അക്കാഡമിയിൽ അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്, ഒരു ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള ഒരു ലേണിംഗ്. ഒരു സ്കൂൾ ടൈം കഴിഞ്ഞിട്ട് ഒരു കുട്ടീനെ നമ്മുടെ അക്കാദമിയിൽ കൊണ്ടുവരികയാണെങ്കിൽ അവരുടെ പ്രോബ്ലം എന്താണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്ത് അതിനൊരു റെമഡി ആൻഡ് സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ളതാണ് എവറോൺസ് അക്കാദമിയുടെ പ്രൊസീജിയർ.